സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് DGP ജേക്കബ് തോമസ് നിയമം നടപ്പിലാക്കുന്നത് കൊണ്ടാണ് തന്നെ മാറ്റിയതെന്ന് DGP പറഞ്ഞു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സർക്കാർ തന്നെ സ്ഥലം മാറ്റുന്നുവെന്നും പുതിയ ചുമതല ഏറ്റെടുക്കാനില്ലെന്നും ജേക്കബ് തോമസ് പ്രതികരിച്ചു. അതേസമയം ജേക്കബ് തോമസിനെ മാറ്റിയത് സാധാരണ നടപടിയെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത്. ഫ്ളാറ്റ് ലോബിയുടെ ഇടപെടലാണ് ജേക്കബ് തോമസിനെ മാറ്റാൻ കാരണമെന്ന് VS അച്യുതാനന്ദനും പ്രതികരിച്ചു. അടിക്കടിയുള്ള സ്ഥലം മാറ്റം എന്തിനെന്ന് വ്യക്തമാകുന്നില്ലെന്ന് DGP ജേക്കബ് തോമസ് പ്രതികരിച്ചു. പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലേക്കുള്ള മാറ്റം തരംതാഴ്ത്തലാണെന്നും സ്ഥാനം ഏറ്റെടുക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ജൂൺ 1 ജേക്കബ് തോമസ് ഫയർഫോഴ്സ് DGP ആയി ചുമതല ഏറ്റെടുത്തത്. ഫ്ളാറ്റ് ലോബികളുടെ സമ്മർദ്ദമാണ് DGPയെ തെറിപ്പിച്ചതിന് പിന്നിലെന്നാണ് സൂചന. സംസ്ഥാനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന പല വൻകിട ഫ്ളാറ്റുകളും മാളുകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചാണെന്ന് ജേക്കബ് തോമസ് കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരെയുള്ള നടപടിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് DGPയെ മാറ്റാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. ജേക്കബ് തോമസിനെ മാറ്റണമെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി മന്ത്രിസഭാ യോഗത്തിൽ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ബാർക്കോഴ കേസിൽ ധനമന്ത്രി മാണിക്കെതിരെ അന്വേഷണം നടത്തിയിരുന്നത് അന്ന് വിജിലൻസ് ADGP ആയിരുന്ന ജേക്കബ് തോമസ് ആയിരുന്നു. അന്വേഷണം പൂർത്തിയാകും മുൻപ് അദ്ദേഹത്തെ മാറ്റിയത് വിവാദവുമായി. DGP ജേക്കബ് തോമസിനെ മാറ്റിയത് സ്വാഭാവിക നടപടി മാത്രമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. അതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ ഓരോ സമയത്ത് സർക്കാരിന് മാറ്റേണ്ടി വരും. അത് ഒരു റൊട്ടീൻ ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു മാസത്തെ ലീവായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ അത്യാവശ്യമായി വന്നതുകൊണ്ട് അദ്ദേഹം പുതിയ ആളിനെ നിയമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. DGP ജേക്കബ് തോമസിനെ മാറ്റിയത് ഫ്ളാറ്റ് ലോബികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം മാധ്യമപ്രവർത്തകൻ ഷാജൻ സ്കറിയ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് BRM ഷഫീർ, കോൺഗ്രസ് വക്താവ്, ഒപ്പം BJP വക്താവ് VB രാജേഷ്, CPM നേതാക്കളെയും ടെലിഫോൺ ലൈനിൽ ചേരും. ഒപ്പം ശിവൻകുട്ടി MLA തത്സമയം പ്രതികരിക്കും. ആദ്യം ഷഫീറിലേക്ക്. ഷഫീർ, ഇക്കാര്യത്തിൽ എന്തായാലും ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രതികരണം എന്തായാലും ഇന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. സാധാരണ നടപടി ഏത് രീതിയിലുള്ള ഒരു സാധാരണ നടപടിയാണ് ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഈ വിഷയത്തെ വലിയ വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഫയർ ആൻഡ് റെസ്ക്യൂ പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ദിവസവും ഒരു ഉന്നതതല DGP തലത്തിലുള്ള നിരീക്ഷണം നടത്തേണ്ട ഒരു സ്ഥാനത്ത് ഇരിക്കേണ്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദേശത്താണ്. കഴിഞ്ഞ മാസം 28-ാം തീയതി അദ്ദേഹം ലീവിൽ പോയി. അടുത്ത മാസം 30-ാം തീയതി വരെ അദ്ദേഹം ലീവിലാണ്. അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ പോലെ എല്ലാ ദിവസവും ദൈനംദിനമായിട്ട് ഇടപെടൽ നടത്തേണ്ട ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ മേധാവി ഇല്ലാതെ വന്നപ്പോൾ സർക്കാരിൻ്റെ ഒരു ഉന്നതതല തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് കൂട്ടായിട്ടെടുത്തൊരു തീരുമാനമാണ് ഇദ്ദേഹത്തെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ MD ആയിട്ട് നിയമിക്കുക എന്നുള്ളത്. അതായത് പദവി എന്തായാലും സുപ്രധാന തസ്തികയിൽ നിന്നും മാറ്റി താഴെയൊരു തസ്തികയാണോ അത്? കാരണം ഒരു കൊല്ലം 200 കോടി രൂപയുടെ കൺസ്ട്രക്ഷൻ ഇടപാട് നടത്തുന്ന മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിനെ പോലുള്ള മുൻ DGPമാർ DGP തസ്തികയിൽ ഇരിക്കവേ ഇരുന്ന പോസ്റ്റാണ് ഈ തസ്തിക എന്ന് പറയുന്നത് അപ്രധാനപ്പെട്ട പോസ്റ്റല്ല. അലക്സാണ്ടർ ജേക്കബ് അന്നിരുന്നത് വളരെ അപ്രധാനപ്പെട്ട പോസ്റ്റാണ് എന്നൊരു ആരോപണം ഇടതുപക്ഷത്തിനോ BJPക്കോ ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് ഷഫീർ, ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഒരു പക്ഷേ ഉയർത്തിയ വിവാദങ്ങൾ അത് വളരെ ഒരാവശ്യമില്ലാത്ത വിവാദങ്ങളാണ് എന്നുള്ളതാണ് നിങ്ങളുടെ ഷാജൻ സ്കറിയ. യുക്തിഭദ്രമാണോ മറുപടി? പ്രത്യേകിച്ച് ജേക്കബ് തോമസിനെ പോലെയൊരു ഉദ്യോഗസ്ഥനെതിരായ നടപടി അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഷഫീറിന്റെ ആഭ്യന്തരമന്ത്രിയും ഇന്ന് ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ മുഖവിലേക്ക് എടുക്കാമെങ്കിൽ ഒരു തരത്തിലും മുഖവിലേക്ക് പറ്റുന്ന കാര്യമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജേക്കബ് ഒരു IPS ഓഫീസർ, ഇത്രയും മുതിർന്ന ഒരു IPS ഓഫീസർ ഇങ്ങനെ പ്രതികരിക്കത്തില്ലല്ലോ. ഞാനത് ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നില്ല. സാധാരണഗതിക്ക് IPS ഓഫീസർമാർ പ്രതികരിക്കാറില്ല. അദ്ദേഹം പ്രതികരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പിന്നിലെ രാഷ്ട്രീയം ഭീകരമാണ്. ഇതിൻ്റെ അകത്ത് ഈ ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷനായിരുന്നു. അവസാനം അദ്ദേഹം പോലീസിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് ഈ കഴിഞ്ഞ വിജിലൻസിലേക്ക് വരുന്ന രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി, അതിന് പൊളിറ്റിക്സ് ഉണ്ട് വലുത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആകുന്നതിന് മുൻപ് കഴിഞ്ഞ ഒരു 12 വർഷക്കാലം ഈ പറയുന്ന ജേക്കബ് തോമസ് എവിടെയായിരുന്നു ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്രധാനമായ തസ്തികകളിൽ മാത്രമായിരുന്നു. അതിൻ്റെ കാരണം അതിനു മുമ്പ് അദ്ദേഹം രാമവർമ്മ ക്ലബ്ബിൽ നടത്തിയ റെയ്ഡും അതിൽ വളരെ പ്രധാനപ്പെട്ട അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ പ്രമുഖരായ ആളുകൾ ഇത് ഉൾപ്പെട്ടതോടുകൂടി അതിനുശേഷം അദ്ദേഹം പിന്നാമ്പറിലേക്ക് മാറിയതാണ്. പിന്നെ എങ്ങനെയാണ് വീണ്ടും അദ്ദേഹം രംഗത്തേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തലയ്ക്ക് ചില രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഒന്ന്, ഇമേജ് നന്നാക്കണം. രണ്ട്, അദ്ദേഹത്തിന് ചില ടാർഗറ്റുകളുണ്ടായിരുന്നു.
ആ ടാർഗറ്റുകളുടെ ഭാഗമായാണ് വിജിലൻസിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. പ്രത്യേകിച്ച് പുള്ളി പരമസത്യസന്ധ, എനിക്ക് വളരെ പരിചയമുള്ളൊരു ഓഫീസറാണ്. ഇതുപോലെ സത്യസന്ധനായ ഒരു ഓഫീസർ കേരള പോലീസിൽ വളരെ കുറച്ചാണ്. അപ്പം ഈ ബാർക്കോഴയുമായി വലിയ ബന്ധമുണ്ട്. ഈ ബാർക്കോഴയിലേക്ക് വരുമ്പോൾ ഈ ബാർക്കോഴയുടെ കാര്യത്തിൽ ചെന്നിത്തലയ്ക്ക് ചില അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് മാണിയെ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കുരുക്കാൻ പറ്റിയ ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സത്യസന്ധത വിട്ടുപിഴിഞ്ഞാൽ അറിയാവുന്നതുകൊണ്ടാണ് അന്ന് അവിടെ വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? പൊളിറ്റിക്കൽ സമ്മർദ്ദം മൂലം ബാർക്കോഴയിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നുണ്ട് ചെന്നിത്തലയ്ക്ക്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റാൻ ശ്രമിക്കുകയും പിന്നെ അത് വിവാദമാവുകയും ആ ബാർക്കോഴയിൽ നിന്ന് അദ്ദേഹത്തിന് ചുമതല മാറ്റുകയും ചെയ്തു. ഓർക്കണം, ഈ കോഴ തീരുന്നതിന് മുമ്പ് ബാർക്കോഴ വിവാദത്തിൻ്റെ ഇരിക്കുമ്പോൾ ചുമതല ജേക്കബ് തോമസിനായിരുന്നു. ഒരു പക്ഷെങ്കിൽ ബാർക്കോഴയുടെ ഭാവി ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു ഫയർഫോഴ്സാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഫയർഫോഴ്സിൻ്റെ ചുമതല എത്തിയപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫയർഫോഴ്സ് എന്ന് പറയുന്നത് വെറും ഫയർഫോഴ്സ് അല്ല, ഫയർ ആൻഡ് റെസ്ക്യൂ ആണെന്ന് കണ്ടെത്തുകയും ഈ വെറും ഫ്ലാറ്റ് ലോബി മാത്രമല്ല, വെറും ഒരു ഫോഴ്സായി നിൽക്കേണ്ട സാഹചര്യമല്ല. യെസ്, അതിൻ്റെ നടപടിക്രമങ്ങൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ചരിത്രം എന്തായാലും ബാർക്കോഴയുമായിട്ട് ചേർത്ത് വായിക്കേണ്ട സാഹചര്യമാണ്. ഒരുപക്ഷെ കോവളത്ത് KM മാണിയെ എത്തിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയപ്പോൾ നിങ്ങൾ ചമച്ചുകൂട്ടിയ വലിയ തോതിലുള്ള ഇടപെടൽ, യെസ്, അത്തരത്തിൽ അവിടെ അതാണ് ഞാൻ പറഞ്ഞ ബാർക്കോഴയുമായി ഇതിന് ബന്ധമുണ്ട്. ആഭ്യന്തരമന്ത്രി പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. ഞാൻ ചോദിക്കട്ടെ, ADGP തസ്തികയിലിരുന്ന ജേക്കബ് തോമസിനെ 2015 ജനുവരി മാസം 17 ആണല്ലോ ഈ പറയപ്പെടുന്ന DGP തസ്തികയിലേക്ക് പ്രൊമോഷൻ കൊടുത്തത്. അപ്പോൾ ADGP ഇരുന്ന ഒരാളിനെ DGP തസ്തികയിലേക്ക് പ്രൊമോഷൻ കൊടുത്താൽ അത് വിവാദം. ഇപ്പോൾ നിലവിൽ DGP തസ്തികകളൊന്നും അവിടെയുള്ള സാഹചര്യം താങ്കൾ പറഞ്ഞു പോരുത്. അവിടെയും ഷാൻസ്കറി അവിടെയും വ്യക്തമായ പ്ലാനിങ് കൂടിയായിരുന്നോ? അങ്ങനെ കാടടച്ച് പറയരുത്. കാരണം ഷാൻസ്കറിയെ പോലെയുള്ളവർ ദിവസങ്ങളോടോ അക്കാര്യത്തിൽ എഴുതി കാര്യങ്ങൾ ജനമധ്യത്തിലേക്ക് പ്രൊമോഷൻ എന്ന് പറയുന്നത് അല്ലാതെ ഒരിക്കലും മാണിയുടെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അല്ലാതെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ഒന്ന് അർഹതപ്പെട്ട പ്രൊമോഷൻ മാറ്റാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ പ്രൊമോഷൻ കൊടുത്തു പറയുമ്പോഴേക്കും വിവാദത്തിന് ശക്തി കുറവായി ചെയ്തിരുന്നത്. തീർച്ചയായും ശിവൻകുട്ടി നമ്മോടൊപ്പം MLA ചേരുന്നു. ശ്രീ ശിവൻകുട്ടി, ഒരുപക്ഷെ ഇക്കാര്യങ്ങൾ വിവാദമാക്കേണ്ട കാര്യമേ ഇല്ല. കാരണം സാധാരണ നടപടി സ്വാഭാവികമായും സർക്കാരിൻ്റെ ഇച്ഛാശക്തി, ഡിസ്ക്രിഷണറി പവറാണ് ഇത്തരം ഒരു സ്ഥലമാറ്റം നൽകുക. ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്ന വിശദീകരണം താങ്കൾക്ക് അതിൻ്റെ വരികളിലൂടെ വായിച്ചാൽ കാര്യങ്ങൾ സ്വാഭാവികമാണോ? യഥാർത്ഥത്തിൽ ഇത് DGP ജേക്കബ് തോമസിൻ്റെ വിഷയമായതുകൊണ്ടാണ് ജനങ്ങൾ ആകെ ഇതിൽ സംശയിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു ഗവൺമെൻറ്റിന് ഇന്നലെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ട് ഏത് ഉദ്യോഗസ്ഥനെ വേണോ ഭരണ സൗകര്യപ്രദമായി മാറ്റുന്നതിന് വേണ്ടി. പക്ഷേ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അഴിമതിക്കാരായിട്ടുള്ള IAS IPS ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുകയും ന്യായമായ അഴിമതിക്കെതിരെ ശബ്ദം പുറത്തുന്ന സകല ഉദ്യോഗസ്ഥന്മാരെയും അവരെ പീഡിപ്പിക്കുകയും സ്ഥലം മാറ്റുകയും ചെയ്യുന്ന നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ADGP ആയിരുന്ന ജേക്കബ് തോമസാണ് അന്ന് ഈ ഇടയ്ക്ക് വിജിലൻസ് ഡയറക്ടർ ചുമതലയുണ്ടായിരുന്നു. അന്ന് മാണിയുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം കേസ് സുകേശൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുകേശൻ റിപ്പോർട്ട് നമ്മളെല്ലാം കണ്ടതാണ്. കേസെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. കേസ് എടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം വന്ന അവസരത്തിലാണ് തനിക്ക് ഇഷ്ടമുള്ള ഒരു ADGPക്ക് കാരണം ശ്രീ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും KM മാണിയും പറയുന്ന പോലെ കാര്യങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരു ADGPയെ വിജിലൻസിൽ കൊണ്ടുവച്ച ശേഷം ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കണോ വേണ്ടേ എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തീരുമാനിക്കാനുള്ള അധികാരാവകാശം ക്യാബിനറ്റിനുണ്ട്. പ്രൊമോഷൻ കൊടുത്ത് DGPക്ക് തസ്തിയിലാക്കി ഫയർഫോഴ്സിനകത്തേക്ക് നിയമിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ആ ഫയർഫോഴ്സിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് ഡിമോട്ട് ചെയ്ത് ഒരു ADGP ഇരിക്കേണ്ട തസ്തികയായിട്ടുള്ള പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി തയ്യാറായി. ഇതിൻ്റെ പിറകിൽ ക്രഡായി എന്ന് പറയുന്ന കേരളത്തിലെ ബിൽഡേഴ്സിൻ്റെ അസോസിയേഷൻസ്, ഞാനിപ്പോൾ വേറൊരു ചർച്ചയിൽ പങ്കെടുത്തിട്ടാണ് വന്നത്. ബിൽഡേഴ്സിൻ്റെ അസോസിയേഷൻ്റെ ദേശീയ വൈസ് പ്രസിഡൻ്റ് ശ്രീ രഘുവും അതുപോലെ തന്നെ തോമസ് വഴക്കനും ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയായ നടപടിയാണ്. വേറൊന്നും കൊണ്ടല്ല, കേരളത്തിലെ ബിൽഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ള നിലയിലാണ് വാദിക്കുന്നതിന് വേണ്ടി അവിടെ തയ്യാറായത്. ഇവിടെ കെട്ടിട നിർമ്മാണ നിയമം കേരള അടിസ്ഥാനത്തിലുണ്ട്.
ദേശീയ അടിസ്ഥാനത്തിലുണ്ട്, കോർപ്പറേഷൻ്റെ നിയമമുണ്ട്. നിയമം നിർമ്മിക്കുന്നത് ഒരു DGPയോ ADGPയോ അല്ല. ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ലൈസൻസ് കിട്ടുന്ന കാര്യമായിരുന്നാലും എയർപോർട്ടിന് സമീപം കെട്ടിടം നിർമ്മിക്കുന്നതിന് കിട്ടേണ്ട ലൈസൻസിനെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും മറ്റ് ഗ്രീൻഫീൽഡ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ നിയമസഭയും പാർലമെൻറ്റും പാസ്സാക്കിയ നിയമമുണ്ട്. ഏതെങ്കിലും ഒരു DGP ആ നിയമം ലംഘിച്ചുകൊണ്ട് ബോധപൂർവം ഏതെങ്കിലും ബിൽഡേഴ്സിനെ പീഡിപ്പിക്കുന്നു, അവരെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ രാജ്യത്ത് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇവിടെ കാണുന്ന അതല്ല. ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ ചെന്ന് ഒരു സംഘടനയിലെ ആൾക്കാർ ചെന്ന് ഗവൺമെൻറ്റിനെ കണ്ട് പറയുക, ഒരു സത്യസന്ധമായി നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളിനെ ഇവിടെ മാറ്റി ഇപ്പോൾ സിമെൻറ്റും കമ്പിയും അതേപോലെ തന്നെ മണലും ഒക്കെ തന്നെ എത്ര കിലോ ഹൗസിംഗ് സൊസൈറ്റി, പോലീസ് ഹൗസിംഗ് സൊസൈറ്റി വാങ്ങുന്നു എന്നുള്ളത് തൂക്കി നോക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓഫീസിലത്തേക്ക് അയക്കുക. ഇവിടെ സർക്കാരിനെതിരെ തന്നെ ശബ്ദിച്ചല്ല. ഗോപാലകൃഷ്ണ ഭട്ട് DPI SSLC പരീക്ഷ ഫലം 2 പ്രാവശ്യം പ്രഖ്യാപിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥർ സത്യം തുറന്നു പറഞ്ഞ് എൻ്റെ അയാളെ മാറ്റത്തിന് വേണ്ടി തയ്യാറായി. കേശവേന്ദ്രകുമാർ IAS യൂത്ത് കോൺഗ്രസ്സുകാരും KC കരിയോയിൽ എഴുതിയ ഒഴിച്ച ഉദ്യോഗസ്ഥനാണ്. അത് ഹയർ സെക്കൻഡറിയിൽ എന്ത് അഴിമതി പറഞ്ഞാലും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥലം മാറ്റത്തിന് വേണ്ടി തയ്യാറായി. കാര്യങ്ങളാണ്. വി രാജേഷ്, എന്തായാലും താങ്കൾ തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇവിടെ ഋഷിരാജ് സിംഗ് IPS അല്ലെങ്കിൽ അതിനുശേഷം കഴിഞ്ഞ ദിവസം ടോമിൻ തച്ചങ്കരി അതിൻ്റെ അതിൻ്റെ വിവാദങ്ങളൊന്നും കെട്ടടങ്ങിയിട്ടില്ല. സജിത ബീഗം ഒരു പോലീസ് ഓഫീസർ, ഇങ്ങനെ ഇത്തരത്തിൽ IAS ഓഫീസർ പ്രശാന്ത് IPS, നേരത്തെ ശിവൻകുട്ടി സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രിസഭ ഈ വിഷയം പരിഗണനയ്ക്കെത്തിയപ്പോൾ ഒരുപക്ഷെ ഏകാഭിപ്രായത്തോടു കൂടിയാണ് ഇതിലൊരു നിലപാടിലേക്ക് അവർ എത്തിയത്. ആശ്ചര്യം തോന്നുന്നുണ്ടോ കാര്യങ്ങൾ? ഈ ഗവൺമെൻറ് മുഴുവനായി വിലയിരുത്തുമ്പോഴേക്കും ആശ്ചര്യം തോന്നേണ്ട കാര്യമില്ല. കാരണം ഗവൺമെൻറ് പോളിസി ഇതാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഷഫീറും എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ആഭ്യന്തര വകുപ്പ് മന്ത്രി കുറച്ചു ഫ്രസ്ട്രേറ്റഡായാണ് അദ്ദേഹം ഇന്ന് ബൈറ്റ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ ഗവൺമെൻറ് പ്രിറോഗേറ്റീവാണ്, ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കുവാനും മാറ്റുവാനുള്ള അതൊക്കെ നിയമമാണ്. അത് പറയുന്ന അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ നിർമ്മിച്ച നിയമം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥനെയാണ് സ്ഥലം മാറ്റുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയാം. ഇതിവിടെ പ്രജീഷ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ റെലവൻ്റാണ്. അതായത് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഗവൺമെൻറ് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ബിൽഡേഴ്സിന്, അതോടൊപ്പം തന്നെ വനം കൊള്ളക്കാർക്ക്, അവർക്കൊക്കെ അവരുടേതായ താല്പര്യമുണ്ട്. ഈ ഇൻട്രസ്റ്റുകൾക്ക് എഗൻസ്റ്റായിട്ട് ആര് നിന്ന് കഴിഞ്ഞാലും ഞങ്ങൾ അവരെ അപ്രസക്തമാക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഗവൺമെൻറ് കൊടുക്കുന്നത്. തീർച്ചയായും ഷഫീർ, അവിടെ ആ ഒരു വൃത്തം വരച്ചു. അതിലൂടെ നട്ടെല്ല് വളയ്ക്കാതെ അല്ലെങ്കിൽ പോകുന്ന ഉദ്യോഗസ്ഥരെ അവരെ പടിക്ക് പുറത്ത് നട്ടെല്ല് വളച്ച് തന്നെ ജോലി ചെയ്യുക. എന്ത് മെസ്സേജാണ് ഒരു പക്ഷേ ആഭ്യന്തരമന്ത്രി പറയാതെ പറയുന്നുണ്ട് കാര്യങ്ങൾ? അല്ല, ഇതിനകത്ത് ഒരു മെസ്സേജിൻ്റെ പ്രശ്നം ഇല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി MLA പറഞ്ഞു, ഞങ്ങളിവിടെ ഉദ്യോഗസ്ഥന്മാരെയെല്ലാം വല്ലാതെ പീഡിപ്പിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ബഹുമാനപ്പെട്ട ശ്രീ VS അച്യുതാനന്ദൻ 3 പൂച്ചകൾ അയച്ചല്ലോ മൂന്നാറിലേക്ക്. അവരെത്ര ദിവസം അവിടെ തങ്ങാൻ പറ്റിയവർക്ക്? അവർക്ക് അവിടെ എത്ര ദിവസം ജോലി ചെയ്യാൻ പറ്റി? നിങ്ങളുടെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ പാർട്ടിയും കൂടി ശക്തമായി ഇടപെട്ടുകൊണ്ടല്ലേ VSൻ്റെ പൂച്ചകളെ തിരിച്ചയച്ചത്? നിങ്ങൾക്കറിയാമല്ലോ, ഇതേ ഉദ്യോഗസ്ഥൻ ജേക്കബ് തോമസ് 2007 ജനുവരി മാസം 9-ാം തീയതി വരെ അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹത്തിന് അറിയാമല്ലോ. നേരത്തെ സാജൻ സ്കറിയ പറഞ്ഞതുപോലെ തൃശ്ശൂരിലെ രാമവർമ്മ ക്ലബ്ബിലെ ചില ഉന്നത CPM നേതാക്കന്മാരുടെ മക്കളുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയപ്പോൾ അദ്ദേഹത്തിനടുത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ MD ആക്കി. ആ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അഴിമതി കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോൾ പ്രതീക്ഷ ഇടയ്ക്ക് പറയല്ല, 2007 ജനുവരി മാസം 9-ാം തീയതി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ MD സ്ഥാനത്ത് നിന്ന് മാറ്റരുത് എന്ന് C ദിവാകരൻ പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ മാറ്റി. പകരം വെച്ചതാരെയാ? പകരം വെച്ചതെന്ന് പറയുന്നത് ശ്രീ യോഗേഷ് ഗുപ്ത IASനെ വെച്ചത്. യോഗേഷ് ഗുപ്തയെ വെച്ചപ്പോൾ അന്ന് പത്രസമ്മേളനം നടത്തിയ ആളുകൾ സഖാവ് VSനോട് ചോദിച്ചു, അഴിമതി കണ്ടുപിടിച്ചത് കൊണ്ടാണോ VSയെ ഇദ്ദേഹത്തെ മാറ്റി യോഗേഷ് ഗുപ്തയെ വെച്ചത്? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അദ്ദേഹത്തിനെ മാറ്റിയത് HSFDCയിലേക്കാണ് മാറ്റിയത്. എന്തിനു മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ അന്ന് VSന് മറുപടി ഉണ്ടായിരുന്നില്ല. ഇന്ന് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അദ്ദേഹം അന്ന് MLA ആണല്ലോ.
അദ്ദേഹം പറയണം. അപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു പീഡനത്തിൻ്റെയും വിഷയമില്ല. ഇന്നും ജേക്കബ് തോമസ് വിദേശത്ത് നിന്ന് തിരിച്ചു വന്നിട്ടില്ല. മാത്രമല്ല, ജേക്കബ് തോമസിനെ പോലെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ ആഭ്യന്തര വകുപ്പിനെയോ അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭയെയോ വിമർശിച്ചുകൊണ്ട് പരസ്യ പ്രസ്താവന നടത്തിക്കൊണ്ട് സർവീസ് റൂളുകൾ ലംഘിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ ശിവൻകുട്ടി MLA പറഞ്ഞതുപോലെയൊന്നുമല്ല. മുമ്പ് നിങ്ങൾ മാറ്റിയിട്ടില്ലേ? EMS നമ്പൂതിരിപ്പടൻ്റെ കാലത്തും EK നായനാരുടെ കാലത്തും മുമ്പ് VS-ന്റെ കാലത്തും നാളെ നിങ്ങൾ ഏതെങ്കിലും കാലത്ത് വന്നാൽ നിങ്ങൾ മാറ്റും. ശ്രീ ശിവൻകുട്ടി, എന്തായാലും മറുപടി പറയട്ടെ. അതിന്റെ ബാധ്യത കൂടി താങ്കൾക്കുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒട്ടേറെ സമയപരിമിതികളും അല്ലെങ്കിൽ ആ കാലഘട്ടം കൂടി പരാമർശിച്ച സ്ഥിതിക്ക് എന്തായാലും താങ്കൾ ഇന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു. ശിവൻകുട്ടിയിലേക്ക്. ശ്രീ ശിവൻകുട്ടി, ഇവിടെ കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ജേക്കബ് തോമസിന്റെ പ്രൊഫൈൽ പരിശോധിച്ചാൽ 29 വർഷക്കാലം അദ്ദേഹം ജോലി ചെയ്യുന്നു, കർത്തവ്യങ്ങൾ വളരെ പൂർണ്ണമായി തന്നെ നിറവേറ്റുന്നു. ആ കാലയളവിൽ 4 വർഷക്കാലം ഒരു IPS-കാരന് കാക്കിയിടേണ്ട 4 വർഷക്കാലം മാത്രം കാക്കിയിടേണ്ട ഒരു സാഹചര്യം. അവിടെ ഈ ഷഫീറും അല്ലെങ്കിൽ VV രാജേഷ് അടക്കം ആരോപിക്കുന്നത് പോലെ എല്ലാ സർക്കാരുകളും ഒരുപക്ഷെ അദ്ദേഹത്തെ ഉപയോഗിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ എതിർത്ത് മറ്റൊരു രീതിയിലേക്ക് മാറ്റി. അത് എത്രത്തോളം ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടി ഭരിച്ച കാലയളവ് കൂടി അതിനൊരു പ്രതിരോധമായി മാറുന്നുണ്ടോ നിങ്ങളുടെ നിലപാടുകൾക്ക്? 2007 ഒരു ഗവൺമെൻറ്റിന് ഉദ്യോഗസ്ഥന്മാരെ ക്യാബിനറ്റിന് ഭരണത്തിൻ്റെ സൗകര്യാർത്ഥം മാറ്റുവാനുള്ള അധികാരമൊക്കെ ഉണ്ട്. അത് LDF-ന് ഉണ്ട്, UDF-നുണ്ട്, BJP-ക്കുണ്ട്. ഇവിടെ പ്രശ്നം അതല്ലല്ലോ. ഇവിടെ ജേക്കബ് തോമസ് മാണിയുടെ 1 കോടി രൂപ കോഴ വാങ്ങിയത് മുതൽ വിവാദമായി നിൽക്കുന്ന ഒരു വിഷയമാണ്. സുകേശൻ എന്ന് പറഞ്ഞ DYSPയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരികയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വിജിലൻസ് ഡയറക്ടറെ ചുമതല ഉണ്ടായിരുന്ന ജേക്കബ് തോമസ് കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളിലേക്ക് പോവുകയാണ്. ആ സമയത്ത് വിൻസെൻ്റ് പോൾ അമേരിക്കയിൽ ലീവെടുത്ത് പോയിരിക്കുകയാണ്. തിരിച്ച് വന്നതിന് ശേഷം കേസ് മാണിക്കെതിരെ എടുക്കേണ്ടി വരുമെന്ന് വന്ന കേസെടുത്താൽ മന്ത്രിസഭ പോകുമെന്ന് കണ്ടപ്പോൾ ഉടനെ തന്നെ ADGP ആയിരുന്ന ജേക്കബ് തോമസിനെ DGP ആയി പ്രൊമോഷൻ കൊടുത്തിട്ടാണ് ഈ ഫയർഫോഴ്സിലേക്ക് നിയമിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രസക്തി വന്നത്. അല്ലാതെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനിൽ കണ്ടുപിടിച്ചിട്ടുള്ള 10-32 വരുന്ന വൻകിട നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം നിയമവിരുദ്ധമായിട്ടുള്ള, അതുപോലെ കേരളത്തിലെമ്പാടുമുള്ള വൻകിട കെട്ടിട നിർമ്മാണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഫ്ലാറ്റ് വരണ്ട അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കേണ്ട 20 നിലയും വലിയ 100 നിലയുള്ള കെട്ടിടങ്ങൾ വരണ്ട എന്നുള്ള അഭിപ്രായമൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച്, ഇന്ത്യയുടെ സാഹചര്യം അനുസരിച്ച്, ലോക സാഹചര്യം അനുസരിച്ച് അതൊക്കെ വേണം. പക്ഷേ അതിനൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ നിയമം പാലിക്കേണ്ടതായിട്ടുണ്ട്. പുറംവാതിലിലൂടെ സ്വാധീനിച്ച് അതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോഴാണ് അഴിമതി അവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ ശ്രീ രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തെ മാറ്റിയതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിനെ മാറ്റിയവിടെ DGP ആയിട്ടുള്ള അദ്ദേഹത്തിനെ മാറ്റിയത് ADGPക്ക് മാത്രം ചുമതലപ്പെടുത്താൻ കഴിയുന്ന പോലീസ് ഹൗസിംഗ് ബോർഡിലാണ്. അവിടെ സിമൻറ്റ് ചാക്ക് എത്ര ഇറക്കുന്നു, കമ്പി എത്ര എടുക്കുന്നു, ഏതെല്ലാം കെട്ടിടങ്ങൾ നിർമ്മിക്കണം, ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥനായിട്ടാണ് ഇപ്പോൾ DGP ആയിട്ടുള്ള ജേക്കബ് തോമസിനെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ഇത് ഒരു ഗൂഢാലോചനയാണ് ഈ തീരുമാനത്തിലൂടെ തന്നെ വന്നിരിക്കുന്നത്. ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ക്യാബിനറ്റ് തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇവിടെ ക്രഡായി എന്ന് പറയുന്ന സംഘടന നിവേദനം കൊടുത്തു. ആ ക്രഡായി എന്ന് പറഞ്ഞ സംഘടന നിവേദനം കൊടുത്തതിൽ ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണം. അത് നിയമനിർമ്മാണം നടത്തുന്ന DGP അല്ലല്ലോ, നിയമനിർമ്മാണം നടത്തുന്ന നിയമസഭയും പാർലമെൻറ്റും ആണല്ലോ. ആ നിയമത്തിൽ വ്യത്യസ്തമായി DGP ചെയ്താൽ അതിൻ്റെ മേൽ തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം മന്ത്രിമാർക്കുണ്ടല്ലോ ജനാധിപത്യ സംവിധാനത്തിൽ. അതിനു പകരം ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് തങ്ങൾക്കിഷ്ടമുള്ള അഴിമതി കാണിക്കുന്നതിന് വേണ്ടി തങ്ങൾ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരെ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് അഴിമതി എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 31 IAS ആരും ഏതാണ്ട് 14 IPS ഉദ്യോഗസ്ഥന്മാരും കേരളം വരെ ഡൽഹിക്ക് പോയിരിക്കുകയാണ്. അവരാരും തന്നെ ഇവിടെ തിരിച്ചു വരുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല.
കാരണം എന്താ വളരെ രാജേഷ് സൂചിപ്പിച്ചതുപോലെയൊക്കെയുള്ള മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ്. ഒരുപാട് IAS അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥർ പക്ഷേ ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ദില്ലിയിലേക്ക് അടക്കം പലരും. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ നൽകുന്ന മെസ്സേജ് തന്നെയാണ്. ആ മെസ്സേജിന് ആഭ്യന്തരമന്ത്രി നൽകിയ മറുപടി അത്രത്തോളം യുക്തിഭദ്രമാണോ? ഇവിടെ ഈ ഫ്ലാറ്റിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഒരൊറ്റ ഉദ്യോഗസ്ഥനെയും പീഡിപ്പിച്ചിട്ടില്ല. ഒരൊറ്റ ഉദ്യോഗസ്ഥനും ഈ സർക്കാർ പീഡിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ശ്രീ ഭരത് ഭൂഷണെ ഡെപ്യൂട്ടേഷനിൽ പോയ ആളിനെ തിരിച്ചു കൊണ്ടുവന്ന ഞങ്ങളാണ്. ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് BS-ൻ്റെ കുട്ടിയായി നിന്നിട്ട് തിരിച്ചിവിടെ രക്ഷയില്ലാതെ തിരിച്ചു പോയ ഋഷിരാജ് സിംഗിനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഇപ്പോൾ ഇവിടുത്തെ വിഷയം ഫ്ലാറ്റ് വിവാദത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഫ്ലാറ്റുകളെന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം? ഫ്ലാറ്റുകളെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ വികസനത്തിന്, ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ GDP നിർണ്ണയിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിർമ്മാണ മേഖല. അവിടെ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന നാഷണൽ ബിൽഡിംഗ് കോഡൊക്കെ എന്തായാലും എന്തെങ്കിലും അവിഹിതമായി ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത്. അതിന്റെ ശ്രേണിയുടെ പട്ടിക കൈവശം വെച്ചാണ് ജേക്കബ് തോമസ് ഒരുപക്ഷെ മുന്നോട്ട് പോയതും അതിന്റെ പരിണത ഫലമാണ് ഒരുപക്ഷെ ഷഫീർ തിരിച്ച് നെടുമങ്ങാട്ടോട്ടാണല്ലോ പോകുന്നത്. പോകുമ്പോഴേക്കും കവടിയാർ കൊട്ടാരത്തിന് നേരെ എതിരെ കേരളത്തിലെ വലിയൊരു ഫ്ലാറ്റ് നിർമ്മാതാവ് ഒരു ഫ്ലാറ്റ് വെച്ചിട്ടുണ്ട്. അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? PWD വാട്ടർ ലൈനിന്റെ അടിയിൽ കൂടെ. അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ, അവർക്കെതിരെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? അവർക്കെതിരെ നിങ്ങൾ പൂർണ്ണമായും LDF-ന്റെ കാലത്താണ്, LDF ആണ് കൊടുത്തത്. ആ കൺസ്ട്രക്ഷൻ പൂർണ്ണമായിട്ട് LDF-ന്റെ കാലത്തായിരുന്നില്ല. നിങ്ങൾ എന്താ ചെയ്തത്? ആ ഫ്ലാറ്റ് ഇരിക്കുന്നത് പൈപ്പ് ലൈനിന്റെ അടി കൂടെ, മുകളിലല്ലേ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് ഷഫീർ, 60 മീറ്ററിന് മുകളിലുള്ള എല്ലാ കൺസ്ട്രക്ഷനിലും ഹെലിപ്പാഡ് അതിന് മുകളിൽ വേണം എന്ന് പറയുന്നു. താങ്കൾക്ക് എന്നോട് വരാമോ? തിരുവനന്തപുരത്തുള്ള ഒരു 50 ബിൽഡിങ്ങുകൾ 60 മീറ്ററിന് ഉയരെ ഹൈറ്റുള്ള ബിൽഡിംഗ് ഞാൻ കാണിച്ചു തരാം. എവിടെയെങ്കിലും ഹെലിപ്പാഡുണ്ടോ? അതോടൊപ്പം തന്നെ നേരത്തെ പ്രജീഷ് പറഞ്ഞുള്ള എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തതിന് ആരാ അനുവാദം കൊടുത്തത്? അതുകൊണ്ട് ഞാൻ ചർച്ചയിൽ വാദങ്ങളാവാം, പക്ഷേ കണ്ണടച്ചിരട്ടായിക്കൊണ്ട് കേൾക്കുന്നവരെ വിഡ്ഢിയാക്കുന്ന എനിക്കൊരു ക്ലാരിഫിക്കേഷൻ സമയം തരണം. എന്തറിയോ, ഈ ഫ്ലാറ്റുകളെ സംബന്ധിച്ച് ഇദ്ദേഹം എടുത്തൊരു തീരുമാനം മന്ത്രിസഭ അറിയാതെ, വകുപ്പ് മന്ത്രി അറിയാതെ, വകുപ്പ് അറിയാതെ അദ്ദേഹം എടുത്തു. 12 മീറ്റർ ഉയരത്തേക്കാൾ കൂടുതലുള്ള ഫ്ലാറ്റുകൾക്ക് നിർമ്മാണാനുമതി കൊടുക്കണ്ട. അങ്ങനെ ഒരു നയപരമായ തീരുമാനം എടുക്കുമ്പോൾ സർക്കാർ അറിയണ്ടേ? ഞങ്ങൾ ഫ്ലാറ്റുകാർക്ക് വേണ്ടി വാദിക്കുകയല്ല. അതുകൊണ്ടാണ് മാറ്റിയത്. ഇദ്ദേഹം കണ്ടുപിടിച്ച ഏക ഫ്ലാറ്റിലെ പ്രശ്നം, ഒരു വിവാദമായ ഫ്ലാറ്റ് ഇടപാട് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് പാറ്റൂരിൽ എന്തായാലും അതിന്റെ ഇടപെടൽ മുഖ്യമന്ത്രി അടക്കം ഒരുപക്ഷെ അതിനകത്തൊരു കുറ്റപത്രം ലോകായുക്തയിൽ കൊടുത്തു. ലോകായുക്ത ചർച്ച ഇരിക്കവേ അദ്ദേഹം ലോകായുക്ത ജഡ്ജി പറഞ്ഞെന്താണെന്നറിയോ? അരുവിക്കരയിൽ മത്സരിക്കുന്ന ശബരിനാഥൻ ഒഴികെയുള്ള 2 സ്ഥാനാർത്ഥികൾക്ക് പാറ്റൂരിൽ ഫ്ലാറ്റ് ഉണ്ട്. പറഞ്ഞത് ആരൊക്കെയാണെന്ന് മനസ്സിലാവുമല്ലോ, രാജേഷിന് മനസ്സിലാവുമല്ലോ. അരുവിക്കരയിൽ ശബരിനാഥൻ ഒഴികെ മത്സരിക്കുന്ന പ്രമുഖരായ 2 സ്ഥാനാർത്ഥികൾക്ക് പാറ്റൂരിൽ ലോകായുക്ത പറഞ്ഞു. വലിയ വിവാദമായി. ഞാൻ പറഞ്ഞു വന്നത് രാജേഷ് ഒന്നും കേൾക്കത്തില്ല. ഫ്ലാറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതല്ല, ഇവിടെ ഇദ്ദേഹം അടുത്ത കാലത്ത് ഒരു സർക്കുലർ ഇറക്കി. സർക്കുലറിൽ പറയുന്നത് പറഞ്ഞാൽ ഇൻസിഡന്റ് കോളിന്റെ നിർവചനം എന്നതിനെ സംബന്ധിച്ചാണ് പുള്ളി ഇറക്കിയത്. ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ പ്രജീഷേ, ഒരു കോഴി വെള്ളത്തിൽ വീണാൽ ആദ്യം വിളിക്കുന്ന ഫയർഫോഴ്സിനെയാണ്. ഒരാൾക്കൊരു അപകടം പറ്റിയാൽ ആദ്യം വിളിക്കുന്ന പോലീസിനെയല്ല, ഫയർഫോഴ്സിനെയാണ്. ഇദ്ദേഹം പറയുകയാണ് മനുഷ്യന്റെ അത് ഇടപെടുന്നതിനുള്ള അധികാര അവകാശങ്ങൾ മന്ത്രിക്കുണ്ടല്ലോ. മന്ത്രിക്ക് ഇടപെടാമല്ലോ. മന്ത്രിക്ക് ഇടപെട്ട് ആവശ്യമായ നടപടി മന്ത്രി ഇടപെടുന്നുണ്ടല്ലോ. ഇദ്ദേഹം ഇറക്കിയ വിവാദ ഉത്തരവിൽ പറയുന്നത് പറഞ്ഞാൽ മനുഷ്യന് മാത്രം സഹായം, മൃഗങ്ങൾക്ക് കൊടുക്കൂല. റോഡിനകത്ത് ഒരു മരം വീണാൽ ഫയർഫോഴ്സിനെ വിളിക്കേണ്ട. ഇങ്ങനെയുള്ള വിവാദ ഉത്തരവുകൾ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് കൺഫ്യൂഷൻ. അവിടെ അത്തരം ഉത്തരവിൽ സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവർ ഇതുപോലെ സർക്കുലർ ഇറക്കിയ 1000 ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യാൻ പേരുകൾ പറയാം. നിങ്ങൾ യോഗം ചേർന്ന് സർക്കാരിനെതിരെ പ്രമേയം പാസാക്കിയ കാലഘട്ടം അത് മറക്കരുത്. ന്യായം പറയരുതേ. ഷഫീർ പറയുന്നതിന് ന്യായമുണ്ട്. ഭരതഭൂഷണ കേസുകൾ എഴുതി തള്ളിയ ശേഷം, ഭരതഭൂഷണന്റെ മുഴുവൻ കേസുകൾ എഴുതി തള്ളിയ ശേഷം നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്കാൻ വേണ്ടി പോവുകയല്ലേ?
ജിജി തോമസിൻ്റെ മുഴുവൻ കേസുകൾ എഴുതിത്തള്ളിയിട്ടില്ല നിങ്ങൾ ചീഫ് സെക്രട്ടറി ആക്കിയത്. അതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവിടെ പറയുന്ന ന്യായമുണ്ട്. ചീഫ് സെക്രട്ടറിക്കെതിരെ നിങ്ങളൊന്നും ശബ്ദിക്കുന്നില്ല. സർക്കാരിൻ്റെ നയങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ നിലപാടെടുക്കുന്ന ഒപ്പിടുന്ന ചീഫ് സെക്രട്ടറിക്കെതിരെ നിങ്ങൾ ശബ്ദിക്കുന്നില്ല. ഇത്തരത്തിൽ ഇവിടെ ഉദ്യോഗസ്ഥനെതിരെ വരുമ്പോൾ അല്ലെങ്കിൽ ജേക്കബ് തോമസ് എന്ന വ്യക്തിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരുപക്ഷെ ഷാജൻ സ്കറിയ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ വാദങ്ങൾ കൂടുതൽ ഷഫീർ പറയുന്ന പല കാര്യങ്ങളും രാഹുൽ നായർക്കെതിരെ എന്ത് നടപടി എടുത്തു? ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതെല്ലാം പിന്നെ കൈക്കൂലി വാങ്ങി നടപടി കുറച്ച് ദിവസം നിർത്തുക, തിരിച്ച് കയറ്റുന്നതിന് വേണ്ടി പിന്നെ എന്താണ് എങ്ങനെയായിരിക്കും അതിൻ്റെ മാനദണ്ഡം എന്നുള്ള പുറം എനിക്ക് തെളിവിൽ വ്യക്തമായി ഞാനിപ്പോൾ അതിലത്തേക്ക് പോകുന്നില്ല. ഷഫീർ വാസ്തവവിരുദ്ധമായിട്ടാണ് പറയുന്നത്. അതായത് ഈ ഇങ്ങനൊരു ഓർഡർ ഇറക്കിയതൊക്കെ പറയുന്നത് ഇപ്പോൾ തൽക്കാലം നിൽക്കാൻ വേണ്ടി, ചെറിയ പിള്ളേർ തമ്മിൽ ഡിബേറ്റ് നടത്തുമ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, തീർച്ചയായും. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചുമതലയിലുള്ള വകുപ്പിലെ നിയമങ്ങൾ നടപ്പിലാക്കുക മാത്രമാണ്. ആ നിയമത്തിന് അനുസൃതമായ സർക്കുലർ ഇറക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് പോലീസുകാരോ പട്ടാളക്കാരോ അല്ല. ഈ പറയുന്ന നിങ്ങളുടെ MLA-മാരടക്കമുള്ള നിങ്ങളുടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ MLA-മാരായിരുന്നു ഉണ്ടാക്കിയ നിയമമാണ്. ഈ നിയമം ഉണ്ടാക്കുന്നത് നിയമസഭാംഗങ്ങൾ ചർച്ച ചെയ്ത് ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഈ രാജ്യത്തെ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്. ഓരോ ഫ്ലാറ്റിൻ്റെയും പൊക്കം അനുസരിച്ച് ഫയർ എഞ്ചിന് ചുറ്റിനും പോകാനുള്ള സംവിധാനം വേണമെന്നുള്ള ബേസിക് നിയമമാണ്. ലിഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ 5-6 ഏക്കർ നിലയുള്ള നിയമങ്ങൾ ലിഫ്റ്റ് പോലും ഇല്ലാതാണ് ഒട്ടേറെ. അതായത് തികച്ചും നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥന്മാർക്ക് പണം കൊടുത്ത് നടക്കുന്ന സംവിധാനങ്ങളെ ഇദ്ദേഹം ജഗഞ്ഞെടുത്ത് ജനത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജനപ്രതിനിധികൾ ഉണ്ടാക്കിയിരിക്കുന്ന നിയമം നടപ്പിലാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഓർഡർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, അല്ലാതെ നിയമം ഇറക്കി അദ്ദേഹത്തിന് നിങ്ങൾ നടപടിയെടുക്കണം. ശരിക്കും ഷഫീർ സർക്കാർ ചെയ്യുന്നത് നഗ്നമായ ഭരണഘടനാ ലംഘനം എന്നതിലേക്ക് സർക്കാരിന്റെ അല്ല, ജനത്തിന്റെയും സാധാരണ മനുഷ്യന്റെ ആയുസിനും അവന്റെ പ്രധാനം അല്ല, അതാണ് പ്രധാനം. അത് കഴിഞ്ഞെന്നുള്ളതാണ് നഗ്നമായ ഭരണഘടനാ ലംഘനം. ശിവൻകുട്ടിയിലേക്ക് ശിവൻകുട്ടി, ഇവിടെ എന്തായാലും പാറ്റൂർ കേസ് അടക്കം ഒരുപക്ഷെ പരിശോധിക്കുന്നു. ഇവിടുത്തെ ഇന്നത്തെ ഒരു ഇൻസിഡന്റ് നമുക്ക് തള്ളി മാറ്റിയാലും ഇവർ വാദഗതിയിൽ ഒരുപക്ഷെ പറയുന്നത് പോലെ ഫ്ളാറ്റുകളുടെ ഒരു വിഷയമോ അല്ലെങ്കിൽ മാറ്റിയാൽ കൂടി വ്യക്തമായി ജേക്കബ് തോമസിനെതിരെയുള്ള പ്ലാനിങ്ങുകൾ, പദ്ധതികൾ അത് വ്യക്തമായിരുന്നില്ലേ? കാലങ്ങളായി ബാർക്കോഴയുമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ബന്ധം, പാറ്റൂർ വിഷയവുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുകൊണ്ട് തന്നെ വ്യക്തമായൊരു പ്ലാനിങ്, ഗൂഢാലോചന ഇവിടെ മുന്നോട്ട് വയ്ക്കാൻ കഴിയും. ഈ കേരളത്തിൽ ഫ്ലാറ്റുകൾ നിർമ്മിക്കേണ്ട എന്നുള്ള അഭിപ്രായമൊന്നും CPM-നില്ല. ഫ്ലാറ്റുകൾ നിയമാനുസരണം നമ്മൾ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിലും ഈ രാജ്യത്ത് വളർന്നു വരുന്ന ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഫ്ലാറ്റുകൾ ആവശ്യമാണ്. പക്ഷേ ആ ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ കേരള ബിൽഡിംഗ് റൂളുണ്ട്, നാഷണൽ ബിൽഡിംഗ് റൂളുണ്ട്, എയർപോർട്ടിൻ്റെ റൂളുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ റൂളുണ്ട്. ഇവിടെ ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ നിയമങ്ങൾ പാലിക്കപ്പെടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വൻ ദുരന്തങ്ങളാണ്. ഇവിടെ ഈ ചട്ടം ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ പേരിൽ ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടി ജേക്കബ് തോമസ് ഉത്തരവിട്ടതിനെ തുടർന്നാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ അവരുടെ സംഘടന പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ DGP ആയിരുന്ന ആളിനെ തരം താഴ്ത്തി ADGP ഇരുന്ന പോസ്റ്റിലെത്തി കൊണ്ടുവന്നത്. ഇവിടെ ജേക്കബ് തോമസ് ആയിരുന്നുകൊണ്ടുള്ള പ്രശ്നമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടോമൻ തച്ചക്കരിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചില ആക്ഷേപങ്ങളും കേസുകളൊക്കെ തന്നെ ഉണ്ടാവാം. പക്ഷേ കൺസ്യൂമർ ഫണ്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം അവിടുത്തെ ഏതാണ്ട് ഞാൻ തന്നെ വിജിലൻസ് ഡയറക്ടർ കൊടുത്ത 93 കോടി രൂപയുടെ അഴിമതി ആരോപണം കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ജോയ് തോമസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പം എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണത്തിനിട്ടു. 12 അഴിമതിക്കാരെ സസ്പെൻഡ് ചെയ്തു. ഈ ഗവൺമെൻറ് തിരിച്ചെടുത്തില്ലേ ആ 12 പേരെയും? എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള സകല അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുകയും ന്യായവും നീതിയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ ഈ രൂപത്തിലിട്ട് പന്ത് തട്ടുപോലെ തട്ടയില്ലേ?
ഇപ്പോൾ DGP ആയിട്ട് ജേക്കബ് തോമസിന് കൊടുത്തിരിക്കുന്ന ജോലി എന്താണ്? ഹൗസിംഗ് പിന്നെ സൊസൈറ്റിയിൽ ചെന്നിരുന്ന് എത്രയാൾക്ക് സിമൻ്റ് ഇറക്കുന്നു, എത്ര ലോഡ് കമ്പി വരുന്നു, ഈ കാര്യങ്ങളിലാണ് എണ്ണി തെറ്റ്. ഇതിനേക്കാളും അദ്ദേഹത്തിന് തിരയണ്ണതിന് വേണ്ടി ശംഖുമുഖത്ത് പറഞ്ഞിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് ഈ ഗവൺമെൻറ്. ധിക്കാരത്തിൻ്റെയും അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ്. ഏത് അഴിമതി കാണിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നുള്ള നിലയിലാണ്. കോൺഗ്രസ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി മനസ്സിലാക്കേണ്ടത് ഡൽഹിയിൽ 44 വന്ന് നിൽക്കുകയാണ്. അത് നമുക്ക് നല്ല ഓർമ്മ വേണം. അത് ഈ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും രാജ്യത്ത് നിങ്ങൾ കൂട്ടുന്നതിൻ്റെ ഫലമായിട്ട് അനുഭവിക്കേണ്ടി വന്നതാണ് ഡൽഹിയിൽ. കേരളത്തിലും സംഭവിക്കാൻ അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവരെന്തായാലും പടിക്ക് പുറത്ത്. ഇവിടെ വലിയ തോതിൽ ഉദ്യോഗസ്ഥ ലോബികളൊക്കെ തന്നെ, പ്രത്യേകിച്ച് IPS ആയാലും IAS ആയാലും വലിയ തോതിൽ അവർക്കിടയിൽ അമർഷം പുകയുന്നൊരു സാഹചര്യം ഈ അടുത്ത കാലത്ത് എങ്ങും ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അതിൻ്റെ സീമകളടക്കം കടന്നു പോകുന്ന ഒരു സ്ഥിതിയാണോ ഉള്ളത്. ജേക്കബ് തോമസിനെ പോലൊരു ഉദ്യോഗസ്ഥർ, ഒരുപക്ഷെ ടോമിൻ തച്ചങ്കരിയെക്കുറിച്ച് ഒരുപക്ഷെ ആക്ഷേപങ്ങൾ മറുവശത്ത് ഉന്നയിക്കാം. അതിൻ്റെ ഒരു അംശം ലെവലേശം പോലും ഇല്ലാത്ത ഉദ്യോഗസ്ഥരെതിരെ ഇരുത്തുക, പ്രതിഷ്ഠിക്കുക, അവിടെ ഒന്നും കഴിയില്ല. പക്ഷേ അതിൻ്റെ നിയമവശങ്ങൾ, അവിടെ ഉണ്ടാകുന്ന നിയമവശങ്ങളെ സസൂക്ഷ്മം അതിലൂടെ സഞ്ചരിച്ചു പോയി. അതാണ് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടത്, അദ്ദേഹത്തിനെതിരെയുള്ള വിധിന്യായം. പ്രതീക്ഷ ഒരാഴ്ച കൂടി അദ്ദേഹം വിജിലൻസിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഗവൺമെൻറ് ഉണ്ടാവുമായിരുന്നില്ല. ഒറ്റയാഴ്ച കൂടി അദ്ദേഹത്തിന് സമയം കൊടുക്കുകയും KM മാണിയെ അദ്ദേഹം ചെയ്യേണ്ട രീതിയിൽ നിയമപരമായി ഒരു പ്രാവശ്യം ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഗവൺമെൻറ് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ മാറ്റിയതെന്ന് നമുക്കറിയാം. ഇവിടെ ഷഫീർ പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കട്ടെ ഷഫീറെ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും 1,80,00,000 രൂപ പഞ്ചിങ് സിസ്റ്റം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി ഓർഡർ കൊടുക്കുന്നു. DGP ഒപ്പിട്ട് ഓർഡർ കൊടുക്കുന്നു, പണം സാങ്ഷൻ ചെയ്യുന്നു, ഒരൊറ്റ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടില്ല. നിങ്ങൾ എന്തൊരു നടപടിയെടുത്തു? കൺസ്യൂമർ ഫെഡിൻ്റെ ആൾക്കാർ ഒരു ആഗോലി മീൻ കഴിച്ചതിന് 83,000 രൂപയുടെ ഇല്ലാത്ത ഹോട്ടലിൻ്റെ പേരിൽ ബില്ല് എഴുതി വെച്ചിട്ടുണ്ട്. ഓഡിറ്റ് ജോലി നടത്തിയിട്ടില്ല. നിങ്ങൾ എന്ത് നടപടി എടുത്തു? ഇദ്ദേഹം ഒരു സർക്കുലർ ഇറക്കി എന്ന് പറഞ്ഞിരുന്ന UDF ഗവൺമെൻറ് വക്താവായിട്ട് വരുമ്പോഴേക്കും ഇതിനൊക്കെ താങ്കളൊക്കെ എന്ത് നടപടിയെടുത്തു എന്ന് പറയണം. മറ്റൊന്ന്, ഒരു അതിശയമായ സംഗതി, നമ്മുടെ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും കഴിഞ്ഞ 4 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒരുമിച്ചൊരു തീരുമാനമെടുത്തത് ജേക്കബ് തോമസിനെ മാറ്റി ഒന്നുമില്ലാത്തൊരു ലാവണത്തിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ഏകാഭിപ്രായം. അതിനർത്ഥം ഇദ്ദേഹം ക്വാറി മാഫിയക്കെതിരാണ്, ഇദ്ദേഹം ഫ്ലാറ്റും മാന്യമായിട്ട് നിർമ്മിക്കുന്നവർക്കെതിരല്ല, എന്നാൽ മാഫിയകൾക്കെതിരാണ്. അതോടൊപ്പം തന്നെ ഹൗസ് ബോട്ടുകൾ പ്രവർത്തിക്കുന്നതിൽ പോലും ഇദ്ദേഹത്തിന് ഇടപെടുവാൻ വേണ്ടിയുള്ള സാഹചര്യമുണ്ട്. നാളെ നിയമം ലംഘിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഹൗസ് ബോട്ടുകളെ ഉൾപ്പെടെ ഇദ്ദേഹം പിടിക്കാൻ ആരംഭിച്ചാൽ ഓരോ ക്വാറികളിലും സൂക്ഷിക്കാവുന്ന വെടിമരുന്നിൻ്റെ അളവ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് ഇടപെടാവുന്നതാണ്. അത് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് നേതാക്കന്മാരിലേക്കുള്ള ഫണ്ട് പമ്പിംഗ് നിലയ്ക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സകല മന്ത്രിമാരും ഒരേ ശബ്ദത്തിൽ ഇദ്ദേഹത്തെ എതിർത്തത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയുന്നു, സത്യസന്ധരായുള്ള ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു മെസ്സേജാണ്. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടണം, ഞങ്ങൾക്ക് വീണ്ടും അധികാരത്തിൽ വരണം. അതുകൊണ്ട് ഞങ്ങളുടെ തിട്ടൂരം അനുസരിക്കാത്ത ഏത് അവിടെയാണോ സാധനം? കാരണം ഗ്രൂപ്പിന്റെ ഒന്നും തന്നെ എതിരഭിപ്രായങ്ങളില്ല, ഒരു ഗ്രൂപ്പിന്റെ തർക്കങ്ങളില്ല. ഏകാഭിപ്രായത്തോടു കൂടി ജേക്കബ് തോമസ് എന്തായാലും പടിക്ക് പുറത്ത് എന്തായിരിക്കും? കാരണം അദ്ദേഹം ഇനി പോലീസ് കൺസ്ട്രക്ഷൻ്റെ അല്ലെങ്കിൽ വകുപ്പ് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് പരിമിതികളുണ്ടാകാം. നയമായ സർക്കാരിൻ്റെ ഓർഡർ എന്തായാലും അദ്ദേഹത്തിന് കൈപ്പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകാം. എന്തായിരിക്കും കൊടുക്കുന്ന മെസ്സേജ് സംബന്ധിച്ച് ഇപ്പോഴും നമ്മളൊരു ചർച്ചയിലേക്ക് സ്റ്റിക്ക് ഓൺ പോലും ചെയ്യാത്ത ഒരവസ്ഥ. ഉദ്യോഗസ്ഥ ലോബി പോലും ഒരു പക്ഷേ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരാമർശങ്ങളായിരിക്കും അങ്ങനെയൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. അതുപോലും തൃപ്തികരമായ രീതിയിൽ സർക്കാരിന് മറുപടി പറയാൻ പോലും ഒരു പക്ഷേ ആഭ്യന്തരമന്ത്രിക്ക് കഴിയാത്ത അവസ്ഥ. ഇനി ഒരു കഷ്ടി 8 മാസം 9 മാസമേ സർക്കാരിനുള്ളൂ. ഈ UDF സർക്കാരിനെ നമുക്കൊരു പണ്ട് മുതലുള്ളൊരു ചൊല്ലുണ്ട്, UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോഴത്തേക്കും റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഉയരുന്നു, LDF സർക്കാരിൻ്റെ കാലത്താണ് മാർക്കറ്റ് ഇടിയുന്നു എന്നൊരു പണ്ട് മുതലേ നമ്മുടെ ഒരു പറച്ചിലുണ്ട്. ഭൂമി ഇടപാടുകളും അങ്ങനെ ഒരു ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇങ്ങനെ നിയമത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് അനധികൃതമായ ഇടപാടുകൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു ഒരു വിശ്വാസം ജനത്തിൻ്റെ മൊത്തത്തിലുണ്ട്. അപ്പോൾ ഈ സർക്കാരിനെ അധികാരത്തിലെത്തുകയും നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്ത ഒരുപാട് കച്ചവടക്കാരുണ്ട്. അവർ കൊടുത്ത പൈസ മുതലാക്കാനായിട്ടുള്ള അവസാനിക്കുന്ന കുറേ മാസങ്ങൾ ഇനിയുള്ളത്. അപ്പോൾ ഇപ്പോൾ അടുത്ത ഗവൺമെൻറ്റിൽ ഇവർക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല, വരാതിരിക്കാനാണ് സാധ്യത എന്നാണല്ലോ പലപ്പോഴും പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുടക്കിയ പണം മുതലാക്കുക എന്നുള്ള ഈ വിഷയത്തിലെ ഫ്ലാറ്റ് ലോബിയുടെ ഇടപെടലിനായിട്ട് നമ്മൾ ചെറുതാക്കരുത്. ഇത് ഫ്ലാറ്റ് ലോബിയുടെ ഇടപെടലല്ല, ഇവിടുത്തെ അനധികൃതമായി കച്ചവടം ചെയ്യുന്ന എല്ലാ മാഫിയകളുടെയും അതൃപ്തിയുടെ കാരണമാണ്. ഇദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, പാറമടൽ മാഫിയ
വളരെ പ്രധാനം. അത്തരത്തിലുള്ള എല്ലാ മാഫിയകളും ഒരുമിച്ച് നിന്നുകൊണ്ട് അവസാനത്തെ കുറേ മാസങ്ങൾ ഈ കച്ചവടം നടത്താനായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് പണം ഉണ്ടാക്കാൻ ഒരുപക്ഷെ അവിടെ ഷഫീർ എന്തായാലും, കാരണം ഇവിടെ ഇന്നിപ്പോൾ ശബ്ദിക്കുന്നത് ഈ ഒരു നടപടിക്കെതിരെ ശബ്ദിക്കുന്ന മാധ്യമങ്ങൾ മാത്രമാണ്. കോൺഗ്രസിൽ നിന്ന് പോലും ഒരുപക്ഷെ VM സുധീരൻ വലിയ തോതിൽ അല്ലെങ്കിൽ കാര്യങ്ങളോട് ഇടപെടുന്നത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം മറ്റൊന്നായിരിക്കാം. യാതൊരു രീതിയിലുള്ള പ്രതിഷേധങ്ങളും വരാത്ത സാഹചര്യം ഇവിടെ മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിമർശനങ്ങളെങ്കിലും ഉൾക്കൊണ്ട് ഒരു തിരുത്തൽ നടപടികളിലേക്കുള്ള സാധ്യതയുണ്ടോ? ആഭ്യന്തരമന്ത്രിയുമായി താങ്കൾ ഒരുപക്ഷെ സംസാരിച്ചപ്പോൾ എന്താണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്? അല്ലേ, ഞാൻ ഒറ്റ ചോദ്യം ഷാജൻ സ്കറിയോടും രാജേഷിനോടും ഞാൻ ഈ ബഹുമാനായ ശ്രീ ശിവൻകുട്ടി MLA ചോദിക്കട്ടെ. ഇവിടെ ഈ ചർച്ചയിലുടനീളം ഇവർ വരുത്താൻ ശ്രമിക്കുന്നത് എന്താ? സകലമാന ഭൂലോക അഴിമതിയുടെയും ഉസ്താദുമാരാണ് UDF എന്ന് വരുത്താനാണല്ലോ മാധ്യമപ്രവർത്തകർ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം ഞാൻ പറയാം, ഷാജൻ സ്കറിയോട് പറയേണ്ടത്, മറുനാടൻ മലയാളിയുടെ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി ആർക്കെതിരെയും അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഷാജൻ സ്കറിക്ക് കഴിയും. പക്ഷേ ഞാൻ ഒറ്റ ചോദ്യം ഇവിടെ ചോദിക്കുക, ഏത് ഫ്ലാറ്റിന്, ഏത് കോറിക്ക്, ഏത് മേലാളന്മാർക്ക്, ഏത് അഴിമതിക്കാർക്ക് ഞങ്ങൾ കൂടെ പഠിച്ചു? വെറുതെ ഒരു ആരോപണം ന്യൂസ് ആൻഡ് വീസിലോ എന്ന് പറഞ്ഞാൽ പോരാ, ഇന്നയാളിന് ഇന്നതുപോലെ കൊടുത്തു. നിങ്ങൾ ശിവൻകുട്ടി MLA കയ്യിൽ എന്തായാലും കാര്യങ്ങൾ അത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം എന്തായാലും രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിൻ്റെ രേഖകൾ കൈവശം വെച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയായതുകൊണ്ട് അതിൻ്റെ മറുപടി എന്തായാലും ശിവൻകുട്ടിയിൽ നിന്ന് തേടേണ്ടതുണ്ട്. ശ്രീ ശിവൻകുട്ടി, ഇവിടെ പല കാര്യങ്ങളിലും വിവാദകരമായ പല വിഷയങ്ങളിലും ഒരുപക്ഷെ ചോദിക്കുന്നത് പോലെ തെളിവെവിടെ? കോൺഗ്രസും അല്ലെങ്കിൽ ഇന്ന് ആഭ്യന്തരമന്ത്രി അടക്കം അക്കാര്യത്തിൽ പറയാതെ പറയുന്ന കാര്യമാണ്. നോട്ട് ഹിയർസേ, കേട്ടുകേഴ്വിയല്ല വേണ്ടത്, തെളിവുകളാണ്. അത് ജേക്കബ് തോമസിൻ്റെ ഈ വിഷയമായാലും ഫ്ളാറ്റുകൾക്കെതിരെ അല്ലെങ്കിൽ ഉന്നയിക്കപ്പെടുന്ന മന്ത്രിസഭയിൽ ഏകാഭിപ്രായം ഉണ്ടാക്കിയ ഈ വിഷയത്തിൽ പോലും തെളിവെവിടെയെന്ന് കോൺഗ്രസ് ചോദിക്കുന്നുണ്ടെങ്കിൽ, കടകംപള്ളി ഭൂമി തട്ടിപ്പിലും കളമശ്ശേരി ഭൂമി തട്ടിപ്പിലും CBI അന്വേഷണം നേരിടുകയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജോപ്പനെയും അതേപോലെ ജിക്കുമോനെയൊക്കെ തന്നെ CBI അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ചുമ്മാ ഒരു നിരുത്തരപരമായ ഒരു കുറ്റം ചെയ്യാത്തതുകൊണ്ടാണോ? അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ടൈറ്റാനിയം അഴിമതി അന്വേഷണം, ഇങ്ങനെ ടൈറ്റാനിയം അഴിമതിയിൽ വളരെ ഗൗരവമായി എടുത്ത ജഡ്ജിയാണല്ലോ, വിജിലൻസ് ജഡ്ജിയാണല്ലോ പാകിസ്ഥാൻ ചാരനെന്നുള്ള ചീത്ത പറഞ്ഞ് ഓടിച്ച ശേഷം വേറെ ജഡ്ജിയെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സരിതയുടെ സോളാർ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ ശേഷമല്ലേ അവസാനം ഇപ്പോൾ സിറ്റിംഗ് ജഡ്ജി ഒരു റിട്ടയർഡ് ജഡ്ജി ഒരു കമ്മീഷൻ അന്വേഷണം നടത്തി ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പാഠപുസ്തക പ്രിൻറ്റിങ്ങിന് അഴിമതി ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചല്ലേ, 20 കോടി രൂപ അഴിമതി. കൺസ്യൂമർ ഫണ്ട് അഴിമതി ഞാൻ നിയമസഭയിൽ ഉന്നയിക്കുകയും ഇന്നിപ്പോൾ വിജിലൻസ് ഡയറക്ടറെ 93 കോടി രൂപ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. റേഷൻ കടകൾ അനുവദിച്ചെ സംബന്ധിച്ചൊരു അഴിമതിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. 6 മന്ത്രിമാരുടെ പേരിൽ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതെല്ലാം കൂടെ മിക്കവാറും ഈ 6 മാസത്തോളം കൂടെ കഴിഞ്ഞാൽ ഏതാണ്ട് പകുതിയോളം വരുന്ന മന്ത്രിമാർ ജയിലിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി അടക്കം ഈ CBI ഇവരെല്ലാം അന്വേഷണത്തിൻ്റെ നേരിലാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ജേക്കബ് തോമസിനെ സ്ഥലം മാറ്റിയത് ഒരു സാധാരണ സംഭവമായിട്ട് കാണുന്നതിന് വേണ്ടി കഴിയില്ല. അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെട്ടപ്പോൾ തന്നെ ഇതിലെ ചില മന്ത്രിമാർ ഇടപെട്ടു. മന്ത്രിമാർ ഇടപെട്ട ശേഷം ചില ലിസ്റ്റ് അവിടുന്ന് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. നിയമവിരുദ്ധമായി നൽകിയിട്ടുള്ള ലിസ്റ്റിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അദ്ദേഹത്തെ ക്രഡായി എന്ന് പറയുന്ന അവരുടെ സംഘടനയുണ്ട്. ആ സംഘടന നിവേദനം എല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ DGP ആയിരുന്ന ആളുടെ ADGP ആയിട്ട് മാറ്റി ഈ പറഞ്ഞ പോലെ ഒരു അധികാരമില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഇവിടെ ഒരു കാര്യം കൂടി ഞങ്ങൾ CPM വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയാണ്. കേരളത്തിലെ ഫ്ലാറ്റ് നിർമ്മാണം മാന്യമായി നല്ല നിലയിൽ തന്നെ ഫ്ലാറ്റ് നിർമ്മിച്ച് കച്ചവടം നടത്തുന്ന വളരെ മാന്യമായിട്ടുള്ള ഫ്ലാറ്റ് ഓണേഴ്സ് ഉണ്ട്. ഞങ്ങൾ അവർക്കൊന്നും ഒരു എതിരുമില്ല, അവർക്കൊക്കെ എല്ലാവിധ താങ്കളിലേക്ക് എത്താം. ഒരുപക്ഷെ ഷബീറിലേക്ക് എത്താം. അവിടെ സൂചിപ്പിച്ചതുപോലെ ശിവൻകുട്ടി പറയുന്നത് മുഖവിലേക്ക് എടുക്കുന്നെങ്കിൽ ഇതും ഒരുപക്ഷെ വലിയൊരു അഴിമതി ഈ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ മാറ്റിയതിൻ്റെ ഒരുപക്ഷെ ബാർക്കോഴയ്ക്ക് നമ്മൾ ആരോപിക്കുന്നത് പോലെ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് പോലും ഈ ഒരു മാറ്റത്തിലും വലിയൊരു അഴിമതി സംശയിക്കാം അന്വേഷണാദിശയിൽ പോയി കഴിഞ്ഞാൽ. ഒരുപക്ഷെ എന്താണ് സംഭവിച്ചത്? കാരണം താങ്കളടക്കം ഇക്കാര്യത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് ഒരു മറയിട്ടാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ഇതിൻ്റെ വ്യക്തമായ ഒരു പിക്ചർ എന്താണ് ഇക്കാര്യത്തിൽ? അഴിമതി കാശ് വാങ്ങിച്ചതായി പറയുന്ന പലരും അല്ലെ മന്ത്രിസഭയിൽ പോലും ഈ ഒരു ഏകാഭിപ്രായത്തിൽ എത്തണമെങ്കിൽ ബാർക്കോഴയിലടക്കം നമ്മൾ പരിശോധിച്ചപ്പോഴൊക്കെ തന്നെ ഉള്ളുകളികൾ മനസ്സിലാക്കിയതാണ്. ഇവിടെയും അത്തരത്തിൽ വലിയൊരു സ്കാം നടന്നിട്ടുണ്ടോ? ഇല്ല, ഈ
വിഷയത്തിൽ ഒരു അഴിമതി എനിക്കറിയത്തില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടും ഈ വിഷയത്തിൻ്റെ അകത്തുള്ളത് എന്ന് വെച്ചാൽ ഇനി വരുന്ന 10 മാസത്തെ കൊടുക്കൽ വാങ്ങൽ, ഫാസ്റ്റായിട്ട് നടക്കേണ്ട കൊടുക്കൽ വാങ്ങൽ ഇദ്ദേഹം തടസ്സമാണ്. അത് ഈ ഫ്ലാറ്റ് മാത്രമല്ല, എല്ലാ ഏരിയയിലും കൊടുക്കൽ വാങ്ങൽ കച്ചവടത്തിന് തടസ്സമാണ്. ഫാസ്റ്റായിട്ട് നടക്കണം. ഇതിനു മുമ്പത്തെ പോലെ സമയമില്ല. ഇവർക്ക് ബാർഗെയിൻ ചെയ്ത് അടുത്ത പ്രാവശ്യം 2ാമതോ 3ാമതോ സമയമില്ല. ഈ ഫാസ്റ്റായിട്ട് നടക്കുമ്പോൾ ഇദ്ദേഹം തടസ്സമാണ്. അതാണ് പ്രശ്നം. പക്ഷേ ഇവർ കാണിക്കുന്ന അബദ്ധമുണ്ട്. പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാനിരിക്കുകയാണ്. കാരണം അവസാനമായി നമുക്ക് ആ ചോദ്യത്തില്ല. കാരണം ഇദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുന്നത് പോലീസ് കൺസ്ട്രക്ഷൻ ഏറ്റവും വലിയ ഒരു പക്ഷേ രൂക്ഷമായ ഒരു മുഴുവൻ വർക്കുകൾ ഇവർ ഈ വർക്കുകൾ മുഴുവൻ വെളിയിൽ കൊടുത്ത് ഇവരുടെ വേണ്ട ആൾക്കാർക്ക് കൊണ്ട് അവിടെയും അദ്ദേഹം എത്ര നാൾ, അതാണ് ഒരു പക്ഷേ ചോദ്യം. അതാണ് രാജേഷ്, അവിടെ ഞാൻ ചോദിച്ചത് ഇതിന്റെ ഒരു തിരക്കഥ ഇനിയുള്ള ഒരു വളരെ ചുരുങ്ങിയ മാസങ്ങൾ അദ്ദേഹത്തെ എവിടെ പ്രതിഷ്ഠിക്കുക? കാരണം എന്തായാലും അദ്ദേഹത്തെ പിൻവലിക്കാൻ കഴിയില്ല. കൊണ്ടിട്ട വകുപ്പുകളിലെല്ലാം വളരെ പ്രതിഷ്ഠിക്കാൻ, സ്റ്റാമ്പാക്കി ഇടാൻ പോകുന്ന വകുപ്പുകളിലൊക്കെ സാധ്യതകൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തി നിയമപരമായ രീതിയിലൂടെ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെ തിരക്കഥ സംബന്ധിച്ച് എങ്ങനെ വ്യാഖ്യാനിക്കാം? സാജൻ പറഞ്ഞതുപോലെ എന്തായാലും 8 മാസമാണ് ഉൾക്കൊള്ളുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെയും ഈ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഉള്ളവരുടെ ശൈലി വെച്ച് നോക്കിയാൽ ഈ ഉദ്യോഗസ്ഥൻ ഇന്ന് പറഞ്ഞത് ഈ ഗവൺമെൻറ് ആഗ്രഹിച്ച കാര്യം, ഞാൻ സ്ഥാനം ഏറ്റെടുക്കണോ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നു. ആ ഉദ്യോഗസ്ഥൻ്റെ മനോവീര്യം തകർത്ത് കഴിയുമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടൊരു ലോങ് ലീവ് അല്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടേഷൻ ഇതൊക്കെ എടുക്കുക. ഞങ്ങൾ നല്ലൊരു സ്ഥാനം തന്നെ കൊടുത്തു. നേരത്തെ ഷഫീർ പറഞ്ഞ പോലെ 200 കോടിയുടെ ഇത് നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട ആൾ വേണം. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, വേണം. അങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ കൊടുത്തു. എന്നിട്ടും അദ്ദേഹം ഏറ്റെടുക്കാതെ ലീവിൽ പോയി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ മനോവീര്യം തകർക്കുകയായിരിക്കും, അദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിരിക്കും ഒരു പക്ഷേ ഇവരുടെ കടമ. എന്നാൽ പ്രതിഷേധമെന്ന് ഈ ഗവൺമെൻറ് വഹിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുകയും അവിടെ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്താൽ കേരളത്തിൽ അഴിമതി നടക്കുന്ന വലിയൊരു മറ്റൊരു മേഖല മറനീക്കി അതും പുറത്തു വരാൻ പോവുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ നടക്കുന്നത്. അദ്ദേഹം ഇടപെട്ട് അത് വലിയൊരു പോയിന്റ്, വളരെ വലിയ പോയിന്റ്, ആയിരക്കണക്കിന് കോടി ചർച്ചയിലെ ഏറ്റവും വളരെ വലിയ പോയിന്റ്. ഷഫീർ, അവസാനമായി, കാരണം ഇടവേളയിലേക്ക് പോകണം, നമ്മൾ ഈ ഒരു ചർച്ച പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ രാജേഷ് സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് സർക്കാരിനോട് പറയുകയാണ്. അത് ഒന്നല്ല, ഋഷിരാജ് സിംഗ് പറഞ്ഞു, വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി കത്തെഴുതിയ സംഭവം കഴിഞ്ഞിട്ട് 6 മാസം ആയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഇവിടുത്തെ IAS അല്ലെങ്കിൽ IPS ലോബി എന്ത് കരുതണം, എന്ത് മെസ്സേജ്? വീണ്ടും ഞാൻ ആവർത്തിക്കുന്നതാണ്. ഇപ്പോഴും ഞാൻ പറയാം, IAS IPS ലോബിക്ക് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു അതൃപ്തിയുമില്ല. ഇവിടെ ഇപ്പോൾ യഥാർത്ഥ ജേക്കബ് തോമസ് കാണിച്ചിരിക്കുന്നത് മാത്രമാണ്. ഇവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ ശിവൻകുട്ടി MLA പറഞ്ഞതുപോലെയല്ല, DGP ADGP ആയിട്ട് തരം താഴ്ത്തി എന്നാണ് ഇത് കേൾക്കുന്നവർക്ക് തോന്നുക. അങ്ങനെയല്ല, DGP പോസ്റ്റിൽ നിന്നും DGP പോസ്റ്റിലേക്ക് തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. പക്ഷേ അവിടെ മുമ്പിരുന്ന ആളൊരു ADGP ആയതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ റാങ്ക് താഴോട്ട് പോകുന്നില്ല. അത് ഞാൻ വളരെ ക്ലാരിഫൈ ആയിട്ട് പറയുന്നത്. എങ്ങനെ CA റാങ്കിലുള്ള സ്ഥലത്തേക്കാണ് മാറ്റുന്നത് എന്നപോലെ ഇവിടെ ഇപ്പോൾ ചർച്ചയിലുടനീളം ഇവർ പറഞ്ഞ് സ്ഥാപിക്കാൻ പോയിക്കുന്നതാണെന്ന് അറിയോ പ്രതീക്ഷയെ? DGP തസ്തികയിലിരുന്ന ജേക്കബ് തോമസിനെ അഴിമതി കണ്ടുപിടിച്ചുകൊണ്ട് ADGP തസ്തികയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ആളുകൾക്ക് വിചാരിക്കും, സ്വാഭാവികമായിട്ടും വിചാരിക്കും ഇതൊരു വലിയ കുഴപ്പമല്ലേ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, DGP പോസ്റ്റ് കേരളത്തിൽ പിന്നെ ലാൻഡ് ഓർഡറും ജയിലും അഗ്നിശമനമാണ് ഉള്ളത്. അപ്പോൾ ആ പോസ്റ്റുകളിൽ നിലവിൽ ഒഴിവില്ലാത്തതുകൊണ്ട് സത്യസന്ധത നേരത്തെ പറഞ്ഞതുപോലെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ ആ സാധ്യത കൂടി ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവസാനമായി ശിവൻകുട്ടിയിലേക്ക്, കാരണം വളരെ ചുരുക്കി, കാരണം ഇതെന്തായാലും പറഞ്ഞ മുഖവിലേക്ക് എടുക്കാമെങ്കിൽ സാഹചര്യങ്ങൾ ഏതായാലും ഒഴിവ് ഇല്ലാത്ത സ്ഥിതിക്ക്, DGPയുടെ ഒഴിവില്ലാത്ത സ്ഥിതിക്ക് മാറ്റി സ്ഥാപിക്കുന്നു. എന്തായാലും പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിലേക്കാണ്. തൊട്ടാൽ പൊള്ളുന്ന സാഹചര്യങ്ങൾ, അവിടെ എത്ര നാളെന്ന ചോദ്യം വീണ്ടും പ്രസക്തമാകുകയാണോ? അതോ ചുരുങ്ങിയ കാലയളവിൽ വലിയ രീതിയിലുള്ള പൊളിച്ചെഴുത്തും അല്ലെങ്കിൽ അഴിമതിയും ഒക്കെ തന്നെ നടക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു വകുപ്പാണ്. അവിടെയും മാറ്റങ്ങളും ഇത്തരം ചലനങ്ങളും ഒക്കെ തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാനും ഒക്കെ കഴിയുമെന്ന പ്രതീക്ഷയാണ്. എന്താണ് ശരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത ചുവടുവയ്പ്പിലേക്ക് താങ്കളടക്കം ഉറ്റുനോക്കുന്നത്? അത് അദ്ദേഹം അവിടെ ജോയിൻ ചെയ്ത ശേഷം നമുക്ക് പരിശോധിക്കപ്പെടാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ ചെയ്യേണ്ടത് ലൈസൻസ് അപേക്ഷകൾ, ഫ്ലാറ്റുകളുടെ ലൈസൻസ് അപേക്ഷകൾ പിന്നെ ജേക്കബ് തോമസ് നിരസിച്ചതിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രയെണ്ണം നിരസിച്ചു, എന്തിന് നിരസിച്ചു, ആരൊക്കെയാണ് അപേക്ഷ നൽകിയത്, ആ നിയമവിരുദ്ധമായിട്ടുള്ള അപേക്ഷയ്ക്ക് ലൈസൻസ് കൊടുക്കുന്നതിന് വേണ്ടി ഏതെല്ലാം മന്ത്രിമാർ ശുപാർശ ചെയ്തു,
ഏതെല്ലാം ആൾക്കാരാണ് ഇതിൻ്റെ പിറകെ ഉള്ളത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള സാമ്പത്തിക ഇടപാട് എത്രമാത്രം, ഈ അങ്ങനെ ഒരു അന്വേഷണം, അങ്ങനെ ശിവൻകുട്ടി, അങ്ങനെ ഒരു അന്വേഷണം നിങ്ങൾ ആവശ്യപ്പെടുന്നു, അന്വേഷണം ആവശ്യപ്പെടുന്നു അക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവുമായി ആലോചിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ജേക്കബ് തോമസ് എടുത്തിട്ടുള്ള നിലപാട്, ജേക്കബ് തോമസ് തെറ്റായ ഒരു നിലപാടാണ് ഈ ഫ്ലാറ്റ് നിർമ്മാതാക്കൾക്ക് നേരെ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയല്ലല്ലോ, അത് നമുക്ക് തിരുത്തേണ്ടതായിട്ടുണ്ടല്ലോ. മറിച്ച് ജേക്കബ് തോമസ് നിരസിക്കപ്പെട്ട ഫ്ലാറ്റുകൾ അതല്ലെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഈ കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒരു സമഗ്രമായ അന്വേഷണം പ്രതിപക്ഷ നേതാവുമായി ആലോചിച്ചുകൊണ്ട് ഗവൺമെൻറ് നടത്തണം. ഇതൊരു പ്രത്യേക തീരുമാനം. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ക്യാബിനറ്റ് ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയാൽ ആ മാറ്റുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വിവാദം ഉണ്ടാവാം. ആ വിവാദം ഉണ്ടായാൽ അതിനെപ്പറ്റിയൊന്നും അന്വേഷണം എപ്പോഴും നമുക്ക് നടത്താൻ വേണ്ടി പറ്റില്ല. നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ചില സുഹൃത്തുക്കൾ സൂചിപ്പിച്ച പോലെ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തിയത് ഈ അദ്ദേഹത്തിനെ മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമാണ്. പറഞ്ഞതിനുള്ള സാധ്യതകൾ ഉണ്ടോ രാജേഷ്? കാരണം ഇതിൽ കേന്ദ്രീകരിച്ച് വലിയൊരു അന്വേഷണത്തിന്റെ സാധ്യതകൾ ഫ്ലാറ്റ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് തീർച്ചയായും ഉണ്ട്. കാരണം ഫയർ ആൻഡ് റെസ്ക്യൂ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ പകുതി പോലും പാലിക്കാതെയാണ് ഇതൊക്കെ തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അഴിമതിയുടെ പ്രശ്നം മാത്രമല്ല, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോഴേക്കും ആയിരക്കണക്കിന് അന്ന് മാത്രമേ ഈ വിഷയങ്ങൾ ചർച്ചയാവുള്ളൂ. ഹൗസ് ബോട്ട് അപകടം വരുമ്പോൾ മാത്രമേ ഇത് ചർച്ചയാവുള്ളൂ. ആരാണ് ഇതിനൊക്കെ അഴിമതി നടത്തിയത്? ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നതൊന്നും പൊളിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ മേലിലുള്ള നിർമ്മാണമെങ്കിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു അന്വേഷണം ഉണ്ടാകും. അങ്ങനെ ഒരു അന്വേഷണത്തെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. ബഹുമാനായ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഒറ്റകാരോട് പറയാം. ബഹുമാനപ്പെട്ട ശ്രീ ശിവൻകുട്ടി MLA-യും രാജേഷും പിന്നെ ഷാജസ് കറിയയും ഉൾപ്പെടെയുള്ള ചർച്ച നടന്നപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടല്ലോ പ്രതീക്ഷേ, ഒരു രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കാനോ ആർക്കെങ്കിലും വഴിവിട്ട സഹായം കൊടുത്ത് തെളിയിക്കാനോ ആരെങ്കിലും ഈ ഗവൺമെന്റ് വല്ലാതെ സഹായിച്ചെന്ന് പറയാനോ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ വരുത്തിയെന്ന് പറയാനോ കഴിഞ്ഞിട്ടില്ല. ഇനി അന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. കാരണം ഷഫീർ ഞങ്ങളൊന്നും പറഞ്ഞ ഷഫീർ കേട്ടില്ല എന്നോ, ഷഫീർ ഇങ്ങോട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പതിവ് പല്ലവി. എന്തായാലും വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത VV രാജേഷ്, ശിവൻകുട്ടി MLA, ഒപ്പം തന്നെ ഷാജൻസ് കറിയ മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് BRM ഷെഫീർ കോൺഗ്രസ് വക്താവ്. ന്യൂസ് പരിശോധിച്ച വിഷയം ഇതാണ്. ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട ഇന്നത്തെ മാറ്റങ്ങളും അതിന് ആഭ്യന്തരമന്ത്രി നൽകിയ മറുപടി, അതിൻ്റെ പശ്ചാത്തലം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. ന്യൂസ് ആൻഡ് വ്യൂസ്.